ഹലോ, നമസ്കാരം കൂട്ടുകാരെ. കൈപ്സ് കഫേയുടെ ഒരു സ്പെഷ്യൽ എഡിഷനാണിത്. ബിക്കോസ് പ്രിപ്പയർ ചെയ്തിട്ട് നടത്തുന്നതാണ്. ചിലർ കംപ്ലയിൻറ്റ് ചെയ്ത് അത് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ചുമ്മാ വന്നിരുന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത്തിരി കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം, ഇസ്ലാം വളരുകയാണോ എന്നാണ്. ഇസ്ലാം വളരുന്നുണ്ടോ? ഇപ്പം ലോകമെമ്പാടും നോക്കുമ്പോഴത്തേക്കും മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ ഏകദേശം 2 ബില്യൺ അടുപ്പിച്ച് എത്തിയിട്ടുണ്ട്. അത് ഇനി വരും കാലങ്ങളിൽ വർദ്ധിക്കും എന്നൊക്കെയാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇത് മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? മുസ്ലിങ്ങൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു വീഡിയോ കണ്ടു തുടങ്ങാം. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതായത് ഇസ്ലാം വളരുകയാണ്, ഇസ്ലാം പൊട്ടിത്തെറിക്കുന്നുണ്ട്. പക്ഷേ പൊട്ടിത്തെറിയോടുകൂടി തന്നെ ഇത് വലിയ രീതിയിൽ ആൾക്കാർ ഇസ്ലാമിലേക്ക് വരുന്നു, ഇസ്ലാം പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വളരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തള്ളിമറികൾ. അപ്പോൾ അതിലുള്ള ഒരു ഞാൻ യാദൃശ്യമായി കണ്ടൊരു വീഡിയോ ആണ്. പരിശോധിച്ച് നോക്കാം. 2000 മുതൽ ലെറ്റ്സ് പ്ലേ ദാറ്റ് ഫ്രോം ദി ബിഗിനിങ്. പുള്ളി തുടങ്ങുന്നത് തന്നെ ആരിഫ് ഹുസൈൻ്റെ പടമൊക്കെ വെച്ചിട്ടാണ്. തുടങ്ങിയവരുടെ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇസ്ലാമിൽ തന്നെയുണ്ട്. പക്ഷേ എനിക്ക് അവരോട് യോജിക്കാൻ പറ്റില്ല. എനിക്കിഷ്ടമാണ് വിമർശനങ്ങൾ. പിന്നെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടുള്ള വിമർശനം, എസ്പെഷ്യലി ആരിഫ് ഹുസൈൻ്റെത്, അത് ഓരോരുത്തരുടെ സംസ്കാരമാണ്. അത് അങ്ങോട്ടാണ്ട് വിട്ടുകൊടുക്കുക. കാരണം ഇവരൊക്കെ വിമർശിച്ചത് കൊണ്ട് ഇസ്ലാമിന് എന്ത് പറ്റി എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. 2000 to 2026 ഇസ്ലാമിക് റിലീജിയന്റെ ഗ്രോത്ത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2000 മുതൽ 2010 വരെ ഏകദേശം 1.6 ബില്യൺ ഉണ്ടായിരുന്ന മുസ്ലിം ബിലീവേഴ്സ് 2020 ആകുമ്പോൾ 2 ബില്യൺ ബിലീവേഴ്സാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏകദേശം 21% ഗ്രോത്താണ് മുസ്ലിം ബിലീവേഴ്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് അതായത് 2026 ഏകദേശം എത്തി നിൽക്കുന്നത് 25.6% ഗ്രോത്താണ്. അതായത് 2.06 ബില്യൺ മുസ്ലിം ബിലീവേഴ്സ്. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരിഫ് ഹുസൈൻ, ലിയാഖത്ത് അലി, മൈത്രേൻ പോലെയുള്ള ടീംസിനോടൊക്കെ നമ്മൾ നന്ദി പറയണം. ഇവരൊക്കെ മൂലമാണ് ഈ ഒരു ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. കാരണം ഇവര് വിമർശിക്കുന്നതിലൂടെ ഇസ്ലാമിനെ കുറിച്ച് അറിയാനും ഈ വിമർശനങ്ങളിൽ ഒരു ക്ലാരിറ്റി കാണാനും വേണ്ടി ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഖുർആനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തതിലൂടെ സത്യം മനസ്സിലാക്കുകയും പിന്നീട് ഇസ്ലാമിലോട്ട് കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് ഈ ഒരു ഗ്രാഫിലൂടെ സാധിക്കുക. പിന്നെ എന്തിനാണ് നമ്മൾ വിമർശിക്കുന്നതിനെ തടയുന്നത്? ഇന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു റിലീജിയനും മദ്രസ പൊട്ടന്മാരെന്ന് നിരീശ്വരവാദികൾ വിശേഷിപ്പിക്കുന്ന ഇസ്ലാം മതം, മനസ്സിലായില്ലേ? ന്യൂ ജനറേഷനിലും ഒരു മാറ്റവും ഇല്ലാതെ മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആരിഫ് ഹുസൈനും ഇവർക്കൊക്കെ ഒരു ഷെയ്ക്കേണ്ട ശരിക്കും നമ്മൾ കൊടുക്കണം. കാരണം പൊട്ടത്തരാണ് പറയണമെങ്കിലും ആൾക്കാർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളൊരു ടെൻഡൻസി വരും. ആ ഒരു ടെൻഡൻസി വന്ന് അവർ അതിനെക്കുറിച്ച് പഠിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇത്രയെങ്കിലും ബോധമുള്ളവർ അത് മനസ്സിലാക്കി മുന്നോട്ട് വരിക തന്നെ ചെയ്യും. അതിലൊരു സംശയവുമില്ല. ആരിഫ് ഹുസൈനെ പോലെയുള്ളവർ ആയിരക്കണക്കിന് വന്നു കഴിഞ്ഞാലും ഇസ്ലാം എന്നത് അവിടെ തന്നെ നിൽക്കും. അതിനൊരു കോട്ടവും വരാൻ പോകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാക്കുന്ന ഒരു വസ്തുതയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ ഓക്കെ, അപ്പൊ അത് നമ്മൾ കണ്ടു. കൈപ്പ് ഇതില് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കൈപ്പ് കണ്ടിന്യൂ ചെയ്തോളൂ, പിന്നീട് പറയാം. അല്ല, ഹോൾഡ് ചെയ്യേ ഞാൻ ചില കാര്യങ്ങളൊന്ന് കാണിക്കട്ടെ. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇസ്ലാം ഭയങ്കരമായിട്ട് വളരുന്നു എന്നാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇതൊന്ന് കാണുക. ഒരു ഇമാമാണ്, അദ്ദേഹം കരഞ്ഞുകൊണ്ടൊരു കാര്യം പറയാണ്. ഇത് UK-യിലാണ്. The children of Muslims, na Islam at all. They are children of Muslims. And I spoke to them, and they show photos of their parents praying, their grandparents praying, and wallahi the word assalamu alaikum, they're even know. And my biggest concern is, I don't want my children, alhamdulillah, they're practicing, but what guarantees my grandchildren and their children to be Muslims?
You know, my parents, and I could see a lot of people my generation, like my father's been here for about 56 years already. And I UK അല്ല, ദിസ് ഇസ് ഓസ്ട്രേലിയ. ഈ സൗണ്ട്സ് ഓസ്ട്രേലിയൻ. could see a number of the brothers here, like we grew up together. I'm telling you right now, our parents never, ever thought that their children will ever leave Islam. Impossible. ക്ലിയർ ആണല്ലേ? ഇനി ഒരെണ്ണം കൂടിയുണ്ട്. There's the audio, man. Please take a moment to see it. It's really important. One of the common objections that I get from people who watch this video is that the statistic that I mentioned at the beginning, that 1 in 4 Muslims in America grow up to leave Islam, they say that this is exaggerated. Yesterday, I reconnected with an old student of mine, and he went to a major university in America. He was telling me that when he first began studying there, the prayer hall used to be full and people were overflowing onto the streets to pray the Dhuhr prayer in congregation. Just before he left, it was virtually empty. There were just 3 people there. The beginning of leaving Islam is that you become disaffected by your religion and you start searching for something else. And if nobody ever showed this person why Islam is true, then they might become a statistic. The crisis is real, guys. Please get trained. Please encourage others to get trained. ഉസ്താദ് പറയുന്നത് മുസ്ലിങ്ങൾ മതം വിടുന്നത് 1/4 അമേരിക്കയിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 1 out of 4 യങ് പീപ്പിൾ ആർ ലീവിങ് ഇസ്ലാം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ബസീറ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന US ഒരു പ്രബോധന സംഘടനയാണ്. അവരുടെ ഡേറ്റയാണ് അത് കണ്ടത്. ഇനി ഞാൻ എന്തുകൊണ്ടാണ് നമ്മുടെ നേരത്തെ വീഡിയോ കാണിച്ച അയാളുടെ പേരെന്താണ്, ആഷിഖ് അബ്ദുള്ള എന്തുകൊണ്ടാണ് ഈ ഒരു മണ്ടത്തരം, അതായത് ഈ ജനസംഖ്യയുടെ വളർച്ച അറിയാതെ പോയത് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കണം. അതും കൂടി പറയാം. ഈ ഒരു സ്റ്റഡി, ദിസ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റഡി. ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ഇൻബ്രീഡിങ് എന്ന് വെച്ചാൽ അറിയാമല്ല, ഈ കൺസാങ്ഗ്യുനിയസ് മാരേജസ്, ഇതിനെക്കുറിച്ച് നല്ലൊരു എസൻസിൻ്റെ തന്നെ ഒരു വീഡിയോ ലിറ്റ്മസിൽ അവതരിപ്പിച്ച കൃഷ്ണപ്രസാദ് അവതരിപ്പിച്ച ഒരു വീഡിയോ ഉണ്ട്. എന്താണ് ഈ കൺസാങ്ഗ്യുനിയസ് മാരേജ്? അതായത് കസിൻ മാരേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കുടുംബത്തിൽ തന്നെ ഉള്ളവർ പരസ്പരം കുടുംബത്തിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കുകയും അതിൽ നിന്ന് കുട്ടികളുണ്ടാവുകയും ചെയ്യുമ്പോൾ എന്താണ് ഈ മസ്തിഷ്കത്തിൽ സംഭവിക്കുന്നത്, തലച്ചോറിൻ്റെ ചിന്താശേഷിയെ എങ്ങനെ ഇത് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇൻബ്രീഡിങ് ഡിപ്രഷൻ ആൻഡ് IQ ഇൻ എ സ്റ്റഡി ഓഫ് 72 countries, 72 രാജ്യങ്ങളിൽ നടത്തിയ ഒരു പഠനമാണ്. അപ്പം അതിൽ കാണിക്കുന്നത് ഇതാണ് ആ ഡേറ്റയുടെ മാപ്പ്. നിങ്ങൾ ഈ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വെച്ചാൽ ഈ ഏകദേശം 10, 25, 50, 25 രാജ്യങ്ങളിൽ നിന്നും ഉള്ള ഒരു മാപ്പാണ് ഇത്. 25-30 രാജ്യങ്ങളിലാണ്. അതിൽ നിങ്ങൾ നോക്കിയ ഒരു കാര്യം മനസ്സിലാവും, മുസ്ലിം രാജ്യങ്ങളിലാണ് ഈ കൺസാങ്ഗ്യുനിയസ് മാരേജസ് വളരെ പോപ്പുലർ ആയിട്ടുള്ളത്. ഞാൻ വിക്കിയിൽ നിന്ന് എടുത്ത ഒരു ഡേറ്റയാണ്. ഗ്ലോബൽ പ്രവലൻസ് ഓഫ് കൺസാങ്ഗ്യുനിയസ് മാരേജസ് എന്നുള്ള ലേഖനത്തിൽ നിന്ന് എടുത്താണ്. നോക്കിക്കാണ്, മുസ്ലിം രാജ്യങ്ങളിലാണ് കൂടുതൽ. ശ്രീലങ്കയിൽ എങ്ങനെയാണ് ഈ കളർ വന്നത്? അവിടെ മുസ്ലിങ്ങളും ഇതാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരു ഇളം നീല കളർ, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഈ കസിൻ മാരേജ്. അല്ലാതെ ഇന്ത്യയിൽ വേറെയും ഗ്രൂപ്പുകൾ ഇപ്പോൾ കേരളത്തിലൊക്കെ പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ഇൻബ്രീഡിങ് കൊണ്ട് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇൻബ്രീഡിങ് കൊണ്ട് ഉണ്ടാകുന്നതാണ് ഇതുപോലത്തുള്ള മണ്ടന്മാർ. അപ്പോൾ ഇവർ നമ്മൾ മണ്ടൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം. ഈ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ് പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നത്? പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നതിനുള്ള വളരെ കൃത്യമായ റീസൺ ഉണ്ട്. മൈഗ്രേഷൻ. ഈ മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ ഈ അഫ്ഗാനിസ്ഥാൻ, എവിടെയാണ് ഈ പോപ്പുലേഷൻ ഡേറ്റ റെലവൻ്റ് ആയിട്ട് വരുന്നത്? എവിടെയാണ് ഈ കൗണ്ടിങ് വരുന്നത്? എവിടെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് സെൻസസ് എടുക്കുന്നത്? സോമാലിയയിൽ സെൻസസ് എടുക്കുന്നുണ്ടോ? അഫ്ഗാനിസ്ഥാനിൽ സെൻസസ് എടുക്കുന്നുണ്ടോ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാരണവും ഈ രാജ്യങ്ങളിലേക്ക് ഇവർ വരുമ്പോൾ, UK വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പൈസ കൊടുക്കും, ഗവൺമെൻറ് ബെനിഫിറ്റ്സ് കൊടുക്കും. ഈ ബെനിഫിറ്റ്സിന് വേണ്ടി കുട്ടികളെ ഉണ്ടാക്കും.
ഇന്ന് ലോകത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ജനവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മുസ്ലിം വിഭാഗമാണ്. കാര്യം അവിടെ വന്നതിന് ശേഷമാണ് അവർ ഈ കുട്ടികളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഡെമോഗ്രാഫിക് ഗ്രോത്ത്, ഈ ഡെമോഗ്രാഫിക് ഗ്രോത്താണ് ഇവർ ഇസ്ലാം വളരുന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് പഴയതാണ്, 4.9 ആണ്. അതിപ്പോൾ 5 എത്തിക്കഴിഞ്ഞ്. ഇപ്പോൾ ഈ 2016 5.5 ആയി കഴിഞ്ഞ്. സോ ഈ മുസ്ലിംസിൻ്റെ ഗ്രോത്ത് ഇവർ പറയുന്ന കണക്ക് ആൾക്കാർ മതം കണ്ട് മതം പഠിച്ചതിന് ശേഷം അതിൻ്റെ മനോഹാരിത മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വരുന്നവരല്ല. അത് ഈ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് കൊണ്ടാണ്. നോക്കും, amount of growth in Europe's Muslim population depends on future migration. ഭാവിയിൽ, അതായത് 2050 എത്തുമ്പോഴത്തേക്ക് 15% 14% വരാനുള്ള സാധ്യതയുണ്ട്. 11 തൊട്ട് 15% വരെ. അപ്പോൾ ഇവരിവിടെ വരുമ്പോഴത്തേക്കും ആ ഡെമോഗ്രഫിയിൽ എന്താണ് മാറ്റം വരാൻ പോകുന്നത്? UK തന്നെ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരുപാട് മേയറുകൾ, ഒരുപാട് ടൗണിൻ്റെ മേയേഴ്സ് മുസ്ലിംസ് ആയിരിക്കണം. അവർ ഷറിയ നിയമം നടപ്പിലാക്കുന്ന ചില ഏരിയാസ് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ജനാധിപത്യ രാജ്യം എന്താണോ ജനങ്ങൾക്ക് ജനാധിപത്യ രാജ്യത്തിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫ്രീഡമാണ്. അതിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം. നമ്മൾ ആരോട് വേണമെങ്കിലും നമുക്ക് ഒത്തു ജീവിക്കാം. നമ്മൾ എങ്ങനെ വേണമെങ്കിലും ആശയങ്ങൾ അവതരിപ്പിക്കാം. എന്തിനെ വേണമെങ്കിലും വിമർശിക്കാം. പക്ഷേ ഇവിടുന്ന് പോകുന്ന സൊമാലിയ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇവിടുന്നെല്ലാം പോകുന്ന മുസ്ലിങ്ങൾ വിചാരിക്കുന്നത്, അവരുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ നിങ്ങൾ വിമർശിക്കൂ. നേരത്തെ അയാൾ പറഞ്ഞതാണ്, ബഹുമാനത്തോടു കൂടി വിമർശിക്കൂ. ഈ ബഹുമാനം, പരിഹാസം, ഇതെല്ലാം തന്നെ ആശയങ്ങളാണ്. അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കവർ ചെയ്യുന്നതാണ്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷനുള്ളിൽ വരുന്നതാണ് ആക്ഷേപം പോലും. തെറി പറയാൻ പോലും നമുക്ക് അനുമതിയുണ്ട്. ആരോപണമല്ല, നിങ്ങൾ മോഷ്ടിച്ചു, നിങ്ങൾ കള്ളനാണ് എന്ന് പറയുന്നതല്ല. നമുക്ക് തെറി പറയാനുള്ള സ്വാതന്ത്ര്യം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമുക്ക് തരുന്നുണ്ട്. അത് ഇന്ത്യക്കാർക്കും മലയാളികൾക്കും ഇത്തിരി ഒരു എന്താ പറയുക വിചിത്രമായ ഒരാശയമായിരിക്കും. പക്ഷേ അങ്ങനെയല്ല. അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കവർ ചെയ്യുന്നൊരു സാധനം തന്നെയാണ്. അത് US ആയാലും കാനഡ ആയാലും യുണൈറ്റഡ് കിങ്ഡം ആയാലും ഓസ്ട്രേലിയ ആയാലും, ഞാൻ പണം കൊടുത്തു വാങ്ങിയ ഒരു പുസ്തകം എൻ്റെ പറമ്പിലിട്ട് ഞാൻ വാങ്ങിച്ച പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ എനിക്ക് പൂർണ്ണ അധികാരമുണ്ട്. അത് വീഡിയോ എടുക്കാനും ആ വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കാനും എനിക്ക് ഫുൾ റൈറ്റ് ഉണ്ട്. അത് ഏത് പുസ്തകമായിരുന്നാലും. അതാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഇത് ഇവർക്ക് മനസ്സിലാവാത്ത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ വരുന്ന രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ, ഇവിടെയൊന്നും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനോ ഫ്രീഡം ഓഫ് തോട്ട് പോലുമില്ല. നിങ്ങൾ ഒരു നിരീശ്വരവാദിയാണെന്നുണ്ടെങ്കിൽ, നിരീശ്വരവാദിയാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ തീവ്രവാദിയായിട്ട് വരെ ശിക്ഷിക്കാനുള്ളൊരു നിയമമുള്ള രാജ്യമാണ് സൗദി അറേബ്യ. അവരത് പ്രാവർത്തികമാക്കുന്നുണ്ടോ ഇല്ലെന്നറിയില്ല. പക്ഷേ അപ്പോസ്റ്റസി, പബ്ലിക്ലി ഡിക്ലെയറിങ് ദാറ്റ് യു ഹാവ് ലെഫ്റ്റ് ഇസ്ലാം, നമ്മളൊരു മുർത്തതാണ് എന്ന് പരസ്യമായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് UAE അടക്കം ഉള്ള രാജ്യങ്ങളിൽ വധശിക്ഷയ്ക്ക് വരെ വകുപ്പുള്ള കേസാണ്. അവരത് നടപ്പിലാക്കുന്നില്ല. എന്തിനാണ് ഈ നിയമങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ നടപ്പിലാക്കാനല്ലെങ്കിൽ? കാര്യം അതൊരു രാജഭരണമാണ്. രാജാവിൻ്റെ മൂടും രാജാവിൻ്റെ എന്താ പറയുക, അന്ന് പുള്ളി എന്ത് കഴിച്ചു, അന്ന് ഏത് ഭാര്യയുടെ കൂടെ ഉറങ്ങി, അതനുസരിച്ചിരിക്കും രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്ക് രാജാവിൻ്റെ മൂഡ്. ഇവൻ എന്ത് ചെയ്യണം? ഇവനെ നമുക്ക് തട്ടിക്കളയാം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഇനി ഈ ആരിഫ് ഹുസൈനെ പേരെടുത്ത് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയത്തില്ല. ആരിഫ് ഹുസൈനെ പേരെടുത്ത് പറഞ്ഞു. ആരിഫ് ഹുസൈനൊന്നും ശരിയല്ല, പക്ഷെ മൈത്രേനൊക്കെ കുഴപ്പമില്ല. ബാക്കിയുള്ള ഈ ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് കുഴപ്പമില്ല. ഈ വിമർശനം എന്നുള്ളത് ഇവർ ഡിസൈഡ് ചെയ്യും. ഏത് മതത്തിനെക്കുറിച്ചാണോ ഏത് ആശയത്തെക്കുറിച്ചാണോ വിമർശനം ഉന്നയിക്കുന്നത് അവർ തീരുമാനിക്കും നിങ്ങളുടെ വിമർശനം ആക്ഷേപമാണോ അതോ കഴമ്പുള്ള വിമർശനമാണോ എന്ന്. സംഗതി മനസ്സിലായ? കാരണം ഇവർക്ക് കൊള്ളുന്ന സംഗതി എന്താണ്? ഇവരുടെ കൂട്ടത്തെ മൊത്തമായിട്ട് നമ്മൾ പറയാൻ പാടില്ല. കാരണം ഈ കൂട്ടം എന്ന് പറയുമ്പോൾ കൂട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് കൂട്ടം മറ്റിടത്ത് പോയി കാണിച്ച് കൂട്ടുന്നത് കാണുമ്പോഴാണ് നമ്മൾ ഈ കൂട്ടത്തിനെ പറ്റി ഈ ഒരു കൂട്ടം ഉണ്ടായി വന്ന ആശയം അപകടകരമാണ് എന്ന് നമ്മളെടുത്ത് പറയുന്നു. ഈ ഒരു കൂട്ടം നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല, നമ്മുടെ ജനാധിപത്യത്തിനെ ബാധിക്കുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. 11 തൊട്ട് 14% വരെ വർദ്ധിക്കാൻ 2050 എത്തുമ്പോഴത്തേക്കും. അപ്പോൾ ഇവരുടെ പോപ്പുലേഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ, യൂറോപ്പിൽ ഈ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്?
എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അവർ ലെജിസ്ലേഷനിൽ മാറ്റം വരുത്തും, ബ്ലാസ്ഫമി നിയമങ്ങൾ കൊണ്ടുവരും. ബ്ലാസ്ഫമി നിയമം എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഇന്ത്യയിലുള്ള ആർട്ടിക്കിൾ 295 അല്ല IPC 295 A ആണെന്ന് തോന്നുന്നു. അത് പ്രകാരം നിങ്ങൾ മതനിന്ദ, മതസ്പർദ്ധ ഉണ്ടാക്കിയാൽ, നിങ്ങൾ മതത്തിനെ വിമർശിച്ചാൽ, ബേസിക്കലി ബ്ലാസ്ഫമി തന്നെയാണ്. നിങ്ങൾ മതവിമർശനം നടത്തിയാൽ നിങ്ങൾക്ക് അത് കുറ്റകരമായിട്ട് ഉള്ള ഒരു ശിക്ഷാർഹമായ ഒരു കുറ്റമായിട്ടാണ് അവർ കാണുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ആരിഫ് ഹുസൈനെ മാത്രം ഇവർക്ക് കണ്ടുകൂടാത്തത്? കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോയമാരുടെ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ കൺസാങ്ക്യൂനിയസ് മാരേജ് കാരണം ഇവന്മാർ മണ്ടന്മാരാണെന്നുള്ള കാര്യം. IQ ഓരോ തലമുറ കൂടുന്തോറും 10 പോയിന്റ് കുറഞ്ഞു വരും ഇവന്മാർ ഈ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ ഇട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും. പറഞ്ഞ മനസ്സിലായ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മണ്ടന്മാർ ഈ ആരിഫ് ഹുസൈൻ്റെ ചാനലിൽ വന്നിട്ട് നോൺ സ്റ്റോപ്പ് മണ്ടത്തരം വിളിച്ച് പറയാം. അവർ ഖുറാൻ പഠിക്കില്ല, ഇവരെ മതത്തെപ്പറ്റി അറിയില്ല, ഇവരുടെ ഹദീസുകൾ അറിയില്ല, ഇവരുടെ ഷറിയ നിയമങ്ങൾ അറിയില്ല, ഒരു കോപ്പും അറിഞ്ഞുകൂടാതെ വന്നിരുന്ന് എന്ന് വെച്ചാൽ കോൺഫിഡൻസ്, സ്റ്റുപ്പിഡിറ്റിയുടെ കോൺഫിഡൻസാണ് വന്നിരുന്ന് പറഞ്ഞിട്ട് അവന്മാർ തേയുന്നത് കാണുന്നത്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2 വർഷത്തിലേറെയായി ഈ കോയ കോളിങ് തുടങ്ങിയിട്ട്. അത് കണ്ടിട്ട് വേറെയും കുറേ ആൾക്കാർ ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ആരിഫിനോടുള്ള പ്രത്യേക വിരോധം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ എക്സ് മുസ്ലിം ലേബലും മുട്ടിച്ച് നടക്കുന്ന എല്ലാവരും യഥാർത്ഥത്തിൽ ഇസ്ലാം മാത്രമേ ഉപേക്ഷിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഈ പരമത വിദ്വേഷം, യഹൂദരോടുള്ള വെറുപ്പ്, ഇസ്രായേലിനോടുള്ള വെറുപ്പ്, അമേരിക്കയോടുള്ള വെറുപ്പ്, ഇതെല്ലാം ഇവർ കൊണ്ടു നടക്കുന്നവരാണ് ഈ സോ കോൾഡ് എക്സ് മുസ്ലിംസ്. അതിനുള്ള പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ബുദ്ധി. കാരണം ചെറുപ്പത്തിലെ തന്നെ ഈ ബുദ്ധിയുടെ കാര്യത്തിൽ ഇവന്മാർ ഇത്തിരി പുറകോട്ടാണ്. അത് ജനറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. മുസ്ലിംസ് ആർ ജനറലി സ്ലൈറ്റ്ലി ബാക്ക്വേർഡ്. അതൊരു, നിങ്ങൾ പറയും അയ്യോ അത് നിങ്ങൾ യൂജനിക്സ് പറയുകയാണ്, നിങ്ങൾ വംശീയമായി പറയുന്നത്. വംശീയമായിട്ട് പറഞ്ഞതല്ല, അതിനാണ് ഞാൻ നേരത്തെ ചാർട്ട് കാണിച്ചത്. ഈ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവന്മാർ പൊട്ടന്മാരാണെന്നുള്ളതിൻ്റെ ചാർട്ടാണ് നേരത്തെ കാണിച്ചത്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത് വിശാലമായ രീതിയിൽ കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്തിട്ട് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റാത്തത്. നോക്കുക, ഈ ഇസ്രായേലിനെ എതിർക്കുന്ന ഈ പൊട്ടന്മാർ എന്താണ് മനസ്സിലാക്കുന്നത്? ഇസ്രായേലിൽ വന്നിരിക്കുന്ന മനുഷ്യരെല്ലാവരും തന്നെ ബാക്കിയുള്ള അറബി രാജ്യങ്ങളിൽ നിന്നും അടിച്ചോടിച്ച് കുടിയൊഴിപ്പിച്ച് യമൻ, സൗദി അറേബ്യ, UAE, ഇറാഖ്, ഈജിപ്റ്റ്, ഇവിടുന്നെല്ലാം വന്നവരാണ്. അവിടെ എന്തു പറ്റി? അവിടുത്തെ യഹൂദർക്ക് എന്തു പറ്റി? അവിടുത്തെ യഹൂദരല്ലേ അവർ തീരുമാനിച്ചാൽ നമുക്ക് ഇനി തൊട്ട് നമുക്കൊരു ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് ഇസ്രായേലിലോട്ട് പോയി ജീവിച്ച് കളയാം. ഈജിപ്തിൽ നിന്നാണ് ഇസ്രായേലിലോട്ട് വന്നത്. അപ്പോൾ ഇസ്രായേലിൽ ഒന്നുമില്ല. ഈജിപ്തിൽ നിന്നും, ഇറാഖിൽ നിന്നും, സിറിയയിൽ നിന്നും, സമ്പന്നമായ രാജ്യങ്ങളിൽ നിന്ന് അതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് അവർ എന്തിനാണ് ഇസ്രായേലിലോട്ട് വന്ന്? കാരണം അവിടെ അവർക്ക് ജീവിക്കാൻ അവർക്ക് സമ്മതിച്ചില്ല. അവർ ഈ അതുപോലെ അറബികൾ യഹൂദരെ കൂട്ടക്കൊലകൾ ചെയ്തിട്ടില്ലേ? എത്രയോ ചരിത്രം പരിശോധിച്ച് നോക്കി, എത്രമാത്രം യഹൂദരെയാണ് അറബികൾ കൂട്ടക്കൊല ചെയ്തിരിക്കുന്നത്, മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്തിരിക്കുന്നത്. ബനു ഖുറൈസയുടെ കഥ എത്ര തവണ എത്ര പേര് അവതരിപ്പിച്ചാണ്. ഇതൊന്നും ഇവർക്ക് ഇത് ബാധകമല്ല. അതൊന്നും എക്സ് മുസ്ലിംസ് എടുക്കില്ല, സോ കോൾഡ് എക്സ് മുസ്ലിംസ്. ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അവരോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഇവരൊന്നും യഥാർത്ഥത്തിൽ എക്സ് മുസ്ലിംസ് അല്ല, ഇവർ വെറും എക്സ് ഇസ്ലാമാണ്. ഇപ്പോഴും അവർ ആ കൂട്ടത്തിൽ തന്നെയാണ്, ആ കൗമിൽ തന്നെയാണ്, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ, ആ സമുദായത്തിനുള്ളിൽ നിന്നുകൊണ്ട് അവർ അവരുടെ സമുദായത്തെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഒരു കാര്യത്തെപ്പറ്റിയും വസ്തുനിഷ്ഠമായി പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റാത്തത്. ഇതാണ് എൻ്റെ വീഡിയോ. ഇസ്ലാം വളരുന്നത് ആൾക്കാർ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ കണ്ടിട്ട് വരുന്നത് കൊണ്ടല്ല. ഒരുപാട് അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഉള്ള ചെറുപ്പക്കാർ, അത് ഏറ്റവും അധികം നമ്മൾ കണ്ടിട്ടുള്ളത് ഇറാനിയൻസാണ്, പേർഷ്യൻസ് ആയിട്ടുള്ള മുസ്ലിങ്ങൾ മതം വിടുന്നത്. 27% പേർഷ്യൻസ് മതം ഉപേക്ഷിച്ചവരാണ് എന്നാണ് പറയുന്നത്. അവരെയും ഈ പോപ്പുലേഷൻ ഗ്രോത്തിൽ ഈ നമ്മുടെ നേരത്തെ കണ്ട ആ കോയ ഇവരുടെ ഗണത്തിൽപ്പെടും. അപ്പോൾ എന്നെ അതിൽ പെടുത്തും. മനസ്സിലായില്ലേ? നേരത്തെ നമ്മുടെ ക്ലബ് ഹൗസിൽ വന്നിരുന്ന മുഹമ്മദ് ഖാനെയും അതിൽ പെടുത്തും. അവരെല്ലാം മുസ്ലിങ്ങളായിട്ടാണ് ഈ കണക്കിൽ, സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. പക്ഷേ അവർ യഥാർത്ഥത്തിൽ മതത്തിൻ്റെ ആശയം അനുസരിച്ച് മതത്തിലേക്ക് വന്നവരാണോ? അവർ ജന്മം കൊണ്ട് മുസ്ലിങ്ങളായവരാണ്.
അവർ ഡെമോഗ്രാഫിയുടെ ഭാഗമായിട്ട് മുസ്ലിങ്ങളായതാണ്. അല്ലാതെ അവരാരും ഇസ്ലാം വിശ്വാസികളല്ല. ഈ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന പലരും ഇസ്ലാം വിശ്വാസികളല്ല. അവർ മുസ്ലിങ്ങളാണ്, പക്ഷേ എക്സ് മുസ്ലിംസ് അല്ല. പക്ഷേ അവരും സ്റ്റാറ്റിസ്റ്റിക്സിൽ മുസ്ലിങ്ങളായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ഇതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം വിട്ടുപോവുകയാണ് ഒരുപാട് ചെറുപ്പക്കാർ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന്. സൗദി അറേബ്യ, യു എയിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഗ്രൂപ്പ് തന്നെയുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും ഈ അണ്ടർഗ്രൗണ്ട് ഗ്രൂപ്പിനെയൊക്കെ തേടിപ്പിടിച്ച് അവന്മാർക്ക് പണി കൊടുക്കാൻ പോകരുത്. എല്ലാ രാജ്യങ്ങളിലും മുസ്ലിം രാജ്യങ്ങൾ, സിറിയ, ഇറാഖ്, ഏറ്റവും കൂടുതൽ ഇറാനും സൗദി അറേബ്യയും. ഈ സൗദി അറേബ്യയിലും ഇറാനിൽ നിന്ന് എങ്ങനെയാണ് ഇത്രമാത്രം മുസ്ലിങ്ങൾ ഇസ്ലാം വിട്ടു മാറിപ്പോയത്? എന്താണ് അതിൻ്റെ കാരണം? ഞാനിത് മുമ്പൊരിക്കൽ ഒരു സ്ലൈഡ് ഞാൻ കാണിച്ചായിരുന്നു. 2009 ഏത്തിയിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് അവർ. ഏത്തിയിസ്റ്റ് റിപ്പബ്ലിക്കിൻ്റെ ബാനറും പിടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി മെക്കയിൽ ഒരു പേപ്പറിൽ, ചെറിയൊരു കഷ്ണം പേപ്പറിൽ ഏത്തിയിസ്റ്റ് റിപ്പബ്ലിക് എന്ന് എഴുതി മെക്കയിൽ പോയി അത് വിരിച്ച് കാണിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? അത് വെറുതെ ഒരു തമാശയ്ക്ക് കാണിച്ചതായിരിക്കില്ല. കാര്യം അതൊരു നല്ലൊരു തമാശയല്ല. അങ്ങനെ ഒരു തമാശ കാണിച്ചിട്ടുണ്ടെങ്കിൽ സൗദി അറേബ്യയിലും ഇറാനിലും ഒക്കെ ആൾക്കാരെ തല വെട്ടിക്കൊല്ലും. പക്ഷേ അവളത് കാണിച്ചു. അവൾക്കത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അവൾ ഇസ്ലാമിനോടുള്ള ഇസ്ലാമിൽ നിന്ന് അവൾ മുർത്തതായി എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, good evening. Would like to know, at what age did you leave religious belief? Very good question. I was never religious. ഞാനൊരു മുസ്ലിം പേരൻറ്റേജിൽ വളർന്ന ഒരാളാണ്. അതായത് എൻ്റെ പേരൻസൊക്കെ മുസ്ലിംസ് ആയിരുന്നു. പക്ഷേ എൻ്റെ മദർ തലയിൽ തുണിയിട്ട് നിൽക്കുന്നൊരു സ്ത്രീ അല്ലായിരുന്നു. അവിടെ ഒരു ഫോട്ടോഗ്രാഫ് തൂങ്ങുന്നുണ്ട്. അത് എൻ്റെ പേരൻസിൻ്റെ പടമാണ്. ഞാൻ ഈ അവസരത്തിൽ എൻ്റെ പേരൻസിൻ്റെ പടം ഞാൻ നിങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഗിവ് മീ എ സെക്കൻഡ്. ഇത് ലൈവാണ്, എന്നാലും ഞാനത് കാണിച്ചു തരാം. ഇത് കാണുന്നുണ്ടോ? ഇതിൽ തലയിൽ തട്ടം കാണുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. താങ്ക് യു. അപ്പോൾ അതാണ് എൻ്റെ പേരൻസ്. അവർ ഈ കൂട്ടത്തിൽ ജീവിച്ചവരാണ്. പക്ഷേ അവരാരും ഇത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അവർ പ്രായം ചെന്ന് ഏകദേശം ഒരു 70-75 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും അവരുടെ ഈ കൂട്ടത്തിൻ്റെ അകത്ത് ജീവിക്കണമെന്നുള്ളൊരു ഗതികേട് കാരണം അവർ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു തട്ടമൊക്കെ തലയിലിട്ടിട്ട് ഇറങ്ങുമായിരുന്നു. പക്ഷേ വീട്ടിൻ്റെ അകത്തോ ഗസ്റ്റുകൾ വരുമ്പോഴോ ഒന്നും അവർ എൻ്റെ ഉമ്മ തലയിൽ തുണിയൊന്നും ഇടില്ലായിരുന്നു. സോ ഐ തിങ്ക് ദാറ്റ് ആൻസേഴ്സ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഇനിയും ഈ ചോദ്യം വരുമ്പോഴത്തേക്കും ഈ വീഡിയോ ക്ലിപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. ആരിഫ് ഹുസൈൻ വിമർശിക്കുന്നത് നട്ടെല്ലിൽ തുളച്ച് കയറുന്നുണ്ട്. അതെ, ആരിഫ് ഹുസൈൻ, അതാണ് അതിലെ കാര്യം. അനുപമ ജോസ് പറയുന്നത്, അതായത് ആരിഫ് ഹുസൈൻ ഇത് വിമർശനം ശരിക്ക് ഇടിച്ച് കയറുന്നുണ്ട്. അങ്ങനെയാണ് വിമർശിക്കേണ്ടത്. അതായത് ഈ കൂട്ടത്തിനെ ഡീസെൻസിറ്റൈസ് ചെയ്യണം. കാരണം ഇവർ വിചാരിക്കുന്നത് ഇവരെന്തോ അതായത് ബുദ്ധിസവും ജൈനിസവും അതേപോലെ വളരെ സ്പിരിച്വലിസ്റ്റിക് ആയിട്ടുള്ള മതങ്ങളെ പോലെ എന്തോ പവിത്ര പുരാതനമായ എന്തോ സാധനമെന്നാണ്. ഇതൊരു ഡെത്ത് കൾട്ടാണ്. ഇത് മുഹമ്മദിന് അദ്ദേഹത്തിന് അങ്ങേരിക്ക് കുറച്ച് പെണ്ണുങ്ങളെ ഭോഗിക്കാനും ചുമ്മാ വന്നിരുന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോറി, ഇത്തിരി കാര്യമായിട്ട്. അതെ, എൻ്റെ തന്നെ ശബ്ദം വീണ്ടും ഞാൻ കേൾക്കുകയാണ്. സോറി. ലെറ്റ് മീ ജസ്റ്റ് അതായത് മുഹമ്മദിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇൻവെൻറ്റ് ചെയ്ത ഒരു കെട്ടുകഥയാണ്. ഈ കെട്ടുകഥ മുഹമ്മദിന് പോലും താല്പര്യമില്ലായിരുന്നു. മുഹമ്മദ് ചത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് ആൾക്കാരൊക്കെ ഇത് പാലിക്കണം, കൊണ്ട് നടക്കണം. അയാൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ അയാൾ സുഖലോലിപനായി ആവശ്യം പോലെ പെണ്ണുങ്ങളെയെല്ലാം ഭോഗിച്ച് നല്ലപോലെ കൊള്ളയൊക്കെ അടിച്ച്
ഇയാളൊരു കച്ചവടക്കാരനാണെന്നാണ് പറയുന്നത്. മുഹമ്മദ് ഒരു കച്ചവടക്കാരനാണെന്ന് പറയുന്നതിന് എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഒരു ബിസന്റൈൻ കോയിൻ, ഒരു റോമൻ കോയിൻ മെക്കയിലോ മെദീനയിലോ ആ പ്രദേശത്ത് എവിടെന്നെങ്കിലും തോണ്ടിയെടുത്തതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്ത് കച്ചവടമാണ് ഇവർ നടത്തിയിട്ടുള്ളത്? ഇവർ ചെയ്തിട്ടുണ്ട്, അടിമക്കച്ചവടം ചെയ്തിട്ടുണ്ട്. അടിമക്കച്ചവടം ചെയ്യാനും ചെയ്യിപ്പിക്കാനും അതിനെ റെഗുലേറ്റ് ചെയ്യാനുമുള്ള നിയമങ്ങളുണ്ടാക്കി അത് എങ്ങനെയാണ് അടിമകളെ ഭോഗിക്കേണ്ടത്, അടിമകളെ ഭോഗിച്ചതിന് ശേഷം ആ കുട്ടികൾക്ക് അനന്തരാവകാശം കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല നല്ല നിയമങ്ങളൊക്കെ ഇവന്മാരുണ്ടാക്കി വെച്ച്. അല്ല, ഇതൊരു മതമെന്ന് നിങ്ങളിതിനെ പറയരുത്. ദിസ് ഇസ് ജസ്റ്റ് എ കൾട്ട്. അയാൾ ജീവിച്ചിരിക്കുന്ന കാലം കഴിഞ്ഞിട്ട് ഇത് ആരാണിത് ഭരിക്കേണ്ടതെന്ന് പോലും അയാൾ പറഞ്ഞില്ല. അയാൾ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ടല്ലേ ഇവന്മാർ തമ്മിക്കിടന്ന് അടിക്കുന്നത്. ഈ ഷിയാക്കളും സുന്നികളും ഉണ്ടായതിൻ്റെ കാര്യം എന്താണ്? ഈ 3 ദിവസം ഈ ശവം അവിടെ തന്നെ കിടന്ന് നാറി ഒരു മതത്തിൻ്റെ സ്ഥാപകൻ്റെ ശരീരം, എന്നിട്ട് അവന്മാർ തമ്മിൽ അടിയായിരുന്നു. ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്ത മുഹമ്മദ് എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് എങ്ങനെയാണ് നെഗോസിയേഷൻ നടത്തേണ്ടതെന്നും എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല? കാര്യം ഇതൊന്നും അവിടുത്തെ കാര്യമല്ലായിരുന്നു, ഇതൊന്നും പ്രസക്തമല്ലായിരുന്നു. കച്ചവടക്കാരനല്ലായിരുന്നു, ഇതൊരു മതമല്ലായിരുന്നു, ഇതിൻ്റെ അകത്ത് സ്പിരിച്വൽ എലമെൻറ്റുകളൊന്നും ഇല്ലായിരുന്നു, ഇതിനകത്ത് ഒറിജിനലായിട്ട് ഒരു സാധനവും. ഈ പ്രാർത്ഥനയായിരുന്നാലും നോമ്പായിരുന്നാലും ഈ പറഞ്ഞ സുന്നത്തെന്നും പറഞ്ഞ ഇവന്മാർ കൊണ്ടു നടക്കുന്ന സാധനങ്ങൾ പോലും ഇവരുടേതല്ല. ഇത് യഹൂദരിൽ നിന്നും അതിനു മുമ്പുണ്ടായിരുന്ന ആഫ്രിക്കൻസിൽ നിന്നും അവിടെ പരിസരത്തുണ്ടായിരുന്ന എല്ലാ മതങ്ങളുടെയും സാധനങ്ങൾ അടിച്ചു മാറ്റിയെടുത്താണ്. ഈ പന്നിയിറച്ചി കഴിച്ചുകൂടാന്ന് പറയുന്ന സാധനം പോലും മുഹമ്മദ് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച സാധനം പോലൊന്നുമല്ല, അത് യഹൂദരുടെ ആശയങ്ങളാണ്. ഇത്രയേ ഉള്ളൂ. ഇസ്ലാം ഒരു മതം എന്ന് നിങ്ങൾ പറഞ്ഞ് അതും സെക്യുലറിസ്റ്റുകളും നിരീശ്വരവാദികളും എല്ലാം ഇസ്ലാം ഒരു മതമാണെന്ന് ഞാനും പലവണ്ണം പറഞ്ഞിട്ടുണ്ട്. മതം എന്നുള്ള അത് നിങ്ങളൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു പോകണാണ്. അത് യഥാർത്ഥത്തിലൊരു മതമല്ല. ഇന്ത്യൻ നിയമപ്രകാരം അതൊരു മതമാണെന്നേ ഉള്ളൂ. ഇന്ത്യയിൽ ഇതിനെ ഒരു മതമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ലീഗലി ഹിന്ദുയിസം ഒരു മതമല്ല, അതൊരു നെഗറ്റീവ് ഡിസ്ക്രിപ്ഷനാണ്. ഹിന്ദുയിസം ഒരു മതമാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? സൊറാസ്ട്രിയൻസ്, പാർസീസ്, ക്രിസ്ത്യൻസ് ആൻഡ് സൊറാസ്ട്രിയൻസ്, മുസ്ലിംസ്, ക്രിസ്ത്യൻസ് ആൻഡ് ജ്യൂസ്, ഇവരല്ലാത്തവരെല്ലാവരും ഹിന്ദുക്കളാണ്. കാരണം ഈ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. അതിനെ നിങ്ങൾ മതമാക്കി വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള സാധനങ്ങൾ അവിടെ വന്നതിന് ശേഷമാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മതമൊന്നുമില്ല, ഇന്ത്യയിൽ മതമൊന്നുമില്ല. ഇന്ത്യയിലൊരു കൾച്ചറാണുള്ളത്. സോ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ പുതിയ ലോഗോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരൂ. നമ്മൾ വീഡിയോ ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നെങ്കിൽ ആരും ലൈക്ക് ചെയ്യുന്നില്ല. ഇവിടെ എന്താണ് കമൻറ്റുകൾ വന്നിരിക്കുന്നത്? എന്നെ ഫുൾ ക്ലിയർ, താങ്ക് യു ക്ലബ് ഇസ് ഓക്കെ. സോ ഇത്രേ പറയാനുള്ളൂ. കൂടുതലൊന്നും പരത്തി അടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ഹ്രസ്വമായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാക്കാനും. ഇസ്ലാം വളരുന്നത് ജനസംഖ്യയുടെ വളർച്ച കൊണ്ടാണ്. അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് ആൾക്കാർ എടുത്തു ചാടുന്നതല്ല. ഇൻഫാക്റ്റ് 4/1 വിശ്വാസികൾ മതം വിടുന്നു എന്നാണ് പല ഇമാമുകളും പറയുന്നത്. ഒരുപാട് ഇമാമുകളുടെ നിലവിളികൾ ഞാൻ കണ്ടായിരുന്നു. ഇസ്ലാം വിടുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ, നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് ഇസ്ലാം വിട്ടു പോകല്ലേ, നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം, ഇത് വല്ലാത്തൊരു ദുരവസ്ഥയാണ്. വേണ്ട, ഇത് വേറൊരെണ്ണമാണ്. കാണാൻ പറ്റുമെന്ന് കണ്ടു നോക്കാം. സൗണ്ട് വരുന്നുണ്ടോ നോക്ക്. അത് വരട്ടെ. സോ ഇസ്ലാമിൻ്റെ ഈ ഒരു propaganda. Muslim scholars are warning their followers about a coming avalanche. And if we don't breaks my heart when I remember Murray. അറബി മൂളിച്ചൊക്കെയുണ്ട്. The children of Muslims, na Islam at all. The children of Muslims, and I spoke to them, and they show photos of their parents praying, their grandparents praying. അതായത് മുത്തച്ഛനും അച്ഛനും എല്ലാവരും പ്രാർത്ഥിക്കുന്നു, അവരുടെ മക്കളാരും പ്രാർത്ഥിക്കുന്നില്ല. അതാണ് ഉസ്താദിൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം. നോക്കിയാണ് പാവം ഉസ്താദ്.
അത് ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തു കൊടുത്തിരിക്കുകയാണ് കണ്ണ് തുടയ്ക്കാനായിട്ട്. ഒരു കോമഡിയാണ്. ഇസ്ലാം ഒരു കോമഡി സീരീസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തോന്ന് സോറി റൈറ്റ്. അല്ല കൈപ്പ് അതിലൊരു കാര്യം പറയാനുള്ളത്, ഐ മീൻ ആദ്യം ആ വീഡിയോ കാണിച്ച പുള്ളി പറഞ്ഞത് ആരിഫ് ഹുസൈൻ, ലിയാഖത്ത് അലി, പിന്നെ മൈത്രേന്റെ പേരും അങ്ങനെ പറഞ്ഞു. ഇതിൽ കാരണം ഇവരൊക്കെ വിമർശിക്കുന്നത് കൊണ്ട് ആണ് ഇസ്ലാം വളർത്തുന്നത്, അവർക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഫാക്ട് അങ്ങനെയാണെങ്കിൽ ഈ ആരിഫ് ഹുസൈനും ലിയാഖത്ത് അലി ആയാലും മൈത്രേന്റെ ഞാൻ എവിടെയും ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ചില മൈത്രേനെ വിമർശിക്കാറുണ്ടോ? അല്ല, മൈത്രേൻ ഇസ്ലാം പഠിച്ചിട്ട് വിമർശിക്കുന്നതല്ല. മൈത്രേന്റെ വിമർശനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒന്നും കൊള്ളത്തില്ല, ഇതിൻ്റെ അകത്ത് കൊള്ളാവുന്ന ഒന്നും ഇല്ല എന്നുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പറഞ്ഞത്. അതൊരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്, എല്ലാ മതങ്ങളെയും പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ പുള്ളി ഇസ്ലാം പഠിക്കുകയോ ഇസ്ലാമിന്റെ പ്രശ്നങ്ങൾ ഇസ്ലാം മതത്തിൽ എന്തെങ്കിലും നല്ലതുണ്ടോ ചീത്തയുണ്ടോ എന്നുള്ളതൊന്നും ഒരു വിഷയമേ അല്ല. അതൊരു വിഷയമാവരുത്. ഒരു പ്രത്യയശാസ്ത്രത്തിൽ നല്ലതുണ്ടോ ചീത്തയുണ്ടോ എന്നുള്ളത് നമ്മുടെ ഈ ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്, നാട്ടിലും ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അത് ആ 295A കവർ ചെയ്യുന്നതാണ്. ഈ മതസ്പർദ്ധ എന്നുള്ള വളരെ വേഗമായിട്ടുള്ളൊരു ടേമിലാണ് നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ അവർ കൊല്ലപ്പെടേണ്ടവരാണ്, അവരെ ആക്രമിക്കൂ, ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ആക്രമിക്കൂ, നിങ്ങൾ അവരെ പോയി അടിക്കൂ, ഉപദ്രവിക്കൂ, അവരെ കൊല്ലൂ, ഇങ്ങനെ പറയുന്നതിനെയാണ് ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ആ വിധത്തിൽ ഇസ്ലാം മൊത്തത്തിൽ ഹെയ്റ്റ് സ്പീച്ചാണ്. ഇസ്ലാമിൻ്റെ പല ആശയങ്ങളും പച്ചയ്ക്ക് ഹെയ്റ്റ് സ്പീച്ചാണ് പ്രചരിപ്പിക്കുന്നത്. ഇതാണ് ഇസ്ലാമിൻ്റെ കുഴപ്പം. ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ബാക്കിയുള്ള ആശയങ്ങളെ ഇല്ലാതാക്കണം എന്നവർ പറയുന്നു. അത് ചില ഇമാമുകൾ ഓപ്പണായിട്ട് പറയുന്നതാണ്. അത് നമ്മളായിട്ട് പറയണമെന്നില്ല. അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലവന്മാർ പറയുന്നത് ക്ലിയറായിട്ട് കാണാൻ പറ്റും. പറഞ്ഞോ കുശാൽ. അതല്ല ഞാൻ പറഞ്ഞത്. ഈ ലിയാഖത്ത് അലിയും ആരിഫും ഇവർ രണ്ടുപേരും പ്രധാനമായിട്ട് ഇസ്ലാം വിമർശനം നടത്തുന്നത് മലയാളത്തിലാണ്. നോട്ട് അഡ്രസ്സിങ്. ആരിഫ് വല്ലപ്പോഴും ഇംഗ്ലീഷിൽ പരിപാടികൾ അവതരിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഈ മലയാളത്തിലുള്ള വിമർശനം കേട്ടിട്ട് ഇസ്ലാം ഈ ഇങ്ങനെയുടെ വാദം വെച്ച് വളരുകയാണെങ്കിൽ ഇത് കേരളത്തിലല്ലേ വളരേണ്ടത്? കേരളത്തിൽ ബൈ കൺവേർഷൻ പെറ്റുപെരുകുന്നതല്ല. കേരളത്തിൽ ബൈ കൺവേർഷൻ ഇസ്ലാം വളരുന്നതിന്റെ ഡേറ്റ പുള്ളി വെക്കണ്ടേ? പുള്ളി ലോകത്ത് അവിടെ ഇവിടെയൊക്കെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെയുള്ള ഗ്രോത്ത് കാണിച്ചിട്ടല്ലോ കാര്യം. ആരിഫിന്റെയും ഇതിന്റെയും വെച്ചിട്ട് ഇവിടെ വളരുകയാണെങ്കിൽ കേരളത്തിലെ ബൈ കൺവേർഷൻ ഇസ്ലാമിന്റെ ഗ്രോത്ത് റേറ്റ് എത്രയാണെന്ന് പുള്ളി തന്നെയല്ലേ കാണിക്കേണ്ടത്? അത് പുള്ളി കാണിക്കണം. അത് മാത്രമല്ല, ഈ ആരിഫിന്റെ പ്രസംഗം കേട്ടിട്ട് ആൾക്കാർ മതം വിടുകയാണോ അതോ മതത്തിലേക്ക് വരികയാണോ? നമ്മൾ ഇന്നേ വരെ ആരിഫിന്റെ പ്രസംഗം കേട്ടിട്ട് കോയക്കോളെങ്കിലും ഒരാളെങ്കിലും നിങ്ങൾ ഈ പറയുന്നത് കേട്ടിട്ട് ഞാൻ എന്താ ഇസ്ലാമിലേക്ക് എടുത്തി ചാടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ടോ രവിചന്ദ്രൻ സംസാരിക്കുന്നത് കേട്ടിട്ട് ഞാൻ ഇസ്ലാമിലേക്ക് വന്നു, കാര്യം അയാൾ ഇസ്ലാമിനെ വിമർശിക്കുന്നു. മൈത്രേൻ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഉടനെ ഇസ്ലാമിലേക്ക് വന്നു. എൻ്റെ ഒരു 10-30 വർഷത്തെ അനുഭവത്തിൽ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ പറയുന്നതും കേട്ടിട്ട് ആരും ഇസ്ലാമിലേക്ക് പോയിട്ടില്ല. അവർ മതം ഉപേക്ഷിച്ചിട്ടേ ഉള്ളൂ. മതം ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, വേറൊരു മതത്തിലോട്ടും അവർ പോയിട്ടില്ല. ഇതും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മതം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഹിന്ദുക്കളാവുകയോ ഒന്നുമല്ല. അവർ നിരീശ്വരവാദികളായി അവരവിടെ ഏത്തീസ്റ്റായിട്ട് അവർ നിൽക്കുകയാണ്. ന്യൂട്രലാണത്. അതൊരു ന്യൂട്രൽ പൊസിഷനാണ്. യാതൊരു പാർട്ടിയിലും യാതൊരു സംഘത്തിലും യാതൊരു കൂട്ടായ്മയിലും അംഗത്വമില്ലാതെ സ്വതന്ത്രമായി നിൽക്കുകയും സ്വതന്ത്രമായി ചിന്തിക്കാനും പറ്റുന്ന ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, ഈ ഒരു മൈൻഡ് സെറ്റ്, അതിലേക്ക് അവർക്ക് എത്താൻ പറ്റണം. അല്ലാതെ നമ്മൾ സംസാരിക്കുന്ന കേട്ടിട്ട് അവരുടനെ ഓക്കെ എന്നാൽ നമ്മളെല്ലാവരും എസൻസിലേക്ക് നമുക്ക് ചേർന്ന് കളയാം. അത് ഒരു തരത്തിലൊരു മതമാണത്. എസൻസിലോട്ട് എടുത്ത് ചാടിയിട്ട് എത്രയോ പേര് എസൻസിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഞാൻ എസൻസ് വിട്ടു, ഞാൻ നിരീശ്വരവാദം വിട്ടു. എന്ത് നിരീശ്വരവാദമാണ്? അപ്പോൾ അവർ യഥാർത്ഥത്തിൽ നിരീശ്വരവാദികളല്ല. അവരേതെങ്കിലും ഒരു വ്യക്തി ആരാധനയുടെ ഭാഗമായിട്ട് അവർ ഏതെങ്കിലും ഒരു സംഘടനയിൽ ചേർന്നേ ഉള്ളൂ. അവരൊന്നും നിരീശ്വരവാദികളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിരീശ്വരവാദത്തിലേക്ക് നമ്മൾ ഒരിക്കൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് പോകാൻ പറ്റില്ല. കാര്യം എന്ത് കാരണം കൊണ്ടാണോ നിങ്ങൾ മതം ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവവിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, അതൊരിക്കലും തിരിച്ചു വരില്ല. കാരണം അവിടെ ലോജിക്ക് അവിടെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് അയൂബ് മൗലവി, അയാൾ നിരീശ്വരവാദിയാണ്, പക്ക നിരീശ്വരവാദിയാണ്. പക്ഷെ അയാൾ മുസ്ലിമാണ്.
അയാൾ ഇസ്ലാം അല്ല, അയാൾ മുസ്ലിമാണ്. എന്തുകൊണ്ടാണ് അയാൾ ഇസ്ലാം ഉപേക്ഷിച്ചിട്ട് മുസ്ലിമായി നിലനിൽക്കുന്നത്? കാരണം ആ കൂട്ടായ്മയുടെ പിൻബലം, അയാൾക്ക് ജോലി, അയാളുടെ കുടുംബം നോക്കണം, അയാൾക്ക് വരുമാനമില്ല. അപ്പം ആ വരുമാനം എത്തിച്ചു കൊടുക്കുന്നത് ആരാണോ, അന്നം തരുന്ന ആരാണോ, അതാണ് അവർ ആരാധിക്കുന്നത്. അവർ ആരാധിക്കുന്നത് ആ മതത്തെയാണ്, അന്നം തരുന്നതിനെയാണ് ആരാധിക്കുന്നത്. അല്ലാതെ അവർക്ക് അയാൾക്ക് ദൈവത്തിലൊന്നും വിശ്വാസം ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഈ ഒന്നോ രണ്ടോ പ്രഭാഷണം മാത്രമേ അതിനുശേഷം കണ്ടിട്ടുള്ളൂ. ഒരു മനുഷ്യൻ നിരീശ്വരവാദിയായി കഴിഞ്ഞാൽ, കാരണം അയാൾ ഓൾറെഡി മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഞാൻ മതം ഉപേക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ദൈവവിശ്വാസം ഉപേക്ഷിക്കുന്നത്. ദൈവവിശ്വാസം ഉപേക്ഷിച്ച് കഴിഞ്ഞാലും ഒരുപാട് പേര് മതത്തിൽ തുടരും. നല്ല ശതമാനം കേരളത്തിലുള്ള ഈ അച്ചായന്മാരും ക്രിസ്ത്യാനികളും ദൈവവിശ്വാസം ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ അവരെല്ലാം മതത്തിലുണ്ട്. ആ മതത്തിൽ തന്നെ തുടരുകയാണ്, മതത്തിൽ തന്നെയാണ്. കാരണം അവർക്ക് കമ്മ്യൂണിറ്റി വേണം, അവർക്ക് അവരുടെ സഭകൾ വേണം. സഭ അവർക്ക് കൊടുക്കുന്ന പിൻബലം, സർക്കാർ കൊടുക്കാത്ത ബലം അവർക്ക് സഭയിൽ നിന്ന് അവർക്ക് കിട്ടുന്നു. സർക്കാർ കൊടുക്കാത്ത ആനുകൂല്യങ്ങൾ മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്നു, മുസ്ലിം ആശുപത്രിയിൽ അവർക്ക് കിട്ടുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റിയാണ് അവർ സീക്ക് ചെയ്യുന്നത്. അതാണ് അവരുടെ ഒരു എന്താ പറയുക ആശ്രയം. ആ ആശ്രയം അവരിൽ നിന്നും വിട്ടുമാറണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റ്, ഈ ഒരു ഡ്രഗ്, അതിൽ നിന്ന് അവർ മോചിതരാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കാരിനെ ശക്തിപ്പെടുത്തണം. നമ്മുടെ ഗവൺമെൻറ് ആ റോൾ ഏറ്റെടുക്കണം. ഗവൺമെൻറ് ഈ പറഞ്ഞ സഹായങ്ങൾ കൊടുക്കണം. എങ്ങനെയാണല്ലോ നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഈ വിശ്വാസികളെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ, ഇപ്പോൾ US-ഉം അമേരിക്കയും ബ്രിട്ടനും ഒക്കെ എപ്പോഴാണ് അവരുടെ ക്രിസ്ത്യാനിറ്റി അവർ തിരിച്ചെടുത്തത്? ഈ മുസ്ലിങ്ങൾ അവിടെ തലപൊക്കിയപ്പോഴാണ് ഈ കുറേ ഫാർ റൈറ്റ് ഗ്രൂപ്പുകൾ ഞങ്ങളെല്ലാം ക്രിസ്ത്യൻസാണ്, ക്രിസ്ത്യൻ ബ്രിട്ടൻ. ഇന്ന് വരെ അവിടെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. വി ആർ ഗോയിങ് ബാക്ക് ടു അവർ ക്രിസ്ത്യൻ റൂട്ട്സ്. ഇതെന്താ അവർ പറഞ്ഞു തുടങ്ങിയത്? കാരണം അപ്പുറത്ത് ശക്തിപ്പെടുകയാണ്. എങ്ങനെയാണോ RSS ഇവിടെ തലപൊക്കിയത്, 1921 ശേഷം ഇവിടെ RSS എങ്ങനെ പൊങ്ങി ഇന്ത്യയിൽ? മുസ്ലിം ശക്തിപ്പെടുമ്പോൾ അപ്പുറവും ശക്തിപ്പെടും. അപ്പുറത്തെ ശക്തിപ്പെടുമ്പോഴത്തേക്കും ഇവിടെ അടി കൊള്ളാൻ റെഡിയായിക്കൊള്ളണം. അപ്പുറത്തെ അവിടെ ശക്തി പ്രാപിക്കുന്നത് ഒരു ഭൂരിപക്ഷമാണ് അവിടെ ശക്തി പ്രാപിക്കുന്നത്. നിരീശ്വരവാദിയായിട്ടുള്ളവരും വരും, അപ്പുറത്ത് പോവും. കാരണം ഇപ്പുറത്ത് വളർന്നു വരുന്നത് അതിനേക്കാളും ഭീകരമായ ഒരു സത്വമാണ്, ഒരു മോൺസ്റ്ററാണ്, ഒരു മോൺസ്ട്രോസിറ്റിയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഗൈസ്, someone who joined Essence should not have this mentality. I fully agree with you. പക്ഷെ നമുക്ക് എല്ലാവരെയും തുറന്നു നോക്കാൻ പറ്റില്ല. എസൻസ് എന്ന് പറയുന്നത് വെറും ഒരു സംഘടന മാത്രമാണ്. അതൊരു മതമായിട്ട് ആൾക്കാർ കാണുകയാണ്. എനിക്കറിയാവുന്ന ഒരാളുണ്ടായിരുന്നു, അയാൾ പച്ചയൊക്കെ കുത്തി നടക്കും, എസൻസിൻ്റെ പച്ചയും കുത്തിയിട്ട്, മറ്റേ കിളി ഉണ്ടല്ലോ, മറ്റേ ഇതുകൊണ്ട് ആയിരിക്കുന്ന കിളി, അതിൻ്റെ പച്ചയും കുത്തി ഇറങ്ങി നടക്കും. എന്തിനാണ് അവൻ നാളെ ഈ എസൻസും കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ പോകുമ്പോൾ ഇതെന്ത് തേച്ച് മാച്ച് കളയുമോ? അല്ലെങ്കിൽ ഇപ്പം എസൻസിലുള്ള ആരെങ്കിലും ആയിട്ട് തെറ്റി, ഞാൻ പോകണം, എസൻസിൽ നിന്ന് വിട്ടും, ഞാൻ നിരീശ്വരവാദം വിട്ട് ഞാൻ മതത്തിലോട്ട് ചാടണം. ഇത്രയേ ഉള്ളൂ. ഈ വ്യക്തി ആരാധന മൂത്തിട്ട് ഒരു സംഘടനയിലും ചേരരുത്. അത് തന്നെയാണ് മുഹമ്മദും ചെയ്തു വെച്ചത്. യു ഡോണ്ട് നീഡ് ടു ജോയിൻ എസൻസ്. ഇതൊരു പ്രശ്നമാണ്. എസൻസ് ജോയിൻ ചെയ്യേണ്ട ഒരു സാധനമല്ല. എസൻസിൽ ആരും ജോയിൻ ചെയ്യുന്നില്ല, ആരും വിട്ടുപോകുന്നില്ല. അതവിടെ നിൽക്കുന്നൊരു സാധനമാണ്. അതൊരു സംഘടനയാണ്. അതിൽ നിങ്ങൾ പരിപാടി നടത്തുമ്പോൾ അവർ വിളിക്കും, നിങ്ങൾ പോയി സംസാരിക്കുന്നെങ്കിൽ സംസാരിക്കുക. അതിലൊരുപാട് പ്രോഗ്രസീവായിട്ടുള്ള ആശയങ്ങളാണ് അതിൽ ഉള്ളത്. എനിക്ക് എസൻസിൻ്റെ പല പരിപാടികളോടും പല ആശയങ്ങളോടും എനിക്ക് നല്ല യോജിപ്പാണ്. അതിൽ ചില ആൾക്കാരുടെ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് തറയിലെടുത്തിട്ട് കാലി തൂക്കി തറയടിക്കാനും തോന്നും. പക്ഷേ എല്ലാവരും ഒന്നും ആ ടൈപ്പല്ല. നല്ലൊരു ശതമാനം ആൾക്കാർ തലയിൽ ആൾ താമസമുള്ളവരാണ്. Yes. Right, guys? I hope you enjoyed the show. It has been on for 41 minutes. By the way, ഇതിൽ കാണിക്കുന്ന കണക്ക് നിങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്തോളണം. You need to like, share and subscribe. All right? Love you all.